നമസ്കാരം. ബംഗ്ലാദേശ് എന്ന രാജ്യം പാകിസ്ഥാനേക്കാൾ ലോകശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ പുതിയ ഭരണത്തിന് കീഴിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, ബംഗ്ലാദേശിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ക്രൂരത, ദുരിതങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല, ഇന്ത്യക്കെതിരെ അവർ നീക്കുന്ന അവിടുത്തെ ചില ഭീകരവാദ ഗ്രൂപ്പുകളും സർക്കാരും ഒക്കെ ചേർന്ന് കളിക്കുന്ന ചില കളികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതായത് പാകിസ്ഥാനേക്കാൾ 10 മടങ്ങ് വിനാശകാരിയായ ഒരു രാജ്യമായി ബംഗ്ലാദേശ് എന്ന രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അതായത് അയൽ രാജ്യമാണ്. കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ചാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. ബംഗ്ലാദേശിന്റെ വിഭജന കാലത്തൊക്കെ തന്നെ ഇന്ത്യ വലിയ സഹായങ്ങളൊക്കെ നൽകിയിരുന്നു. ഇപ്പോഴും സഹായങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് വേല വെക്കാനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തെയും ജനങ്ങളെയും തകർക്കാനാണ് ബംഗ്ലാദേശ് പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ഗൂഢാലോചനാ കേന്ദ്രവും പരിശീലന കേന്ദ്രവും ഒക്കെയായി ബംഗ്ലാദേശിലെ ധാക്ക മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ധാക്ക കേന്ദ്രീകരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എങ്ങനെ കൊല്ലാം എന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചനകൾ നടന്നു, അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്, ഇനിയും നടന്നേക്കാം എന്നുള്ളതാണ്. റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ലഭിച്ച അത്തരമൊരു റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി പ്രദേശത്തടക്കം എല്ലാ മേഖലകളിലും പ്രധാനമന്ത്രിക്ക് ഒരുക്കുന്ന സുരക്ഷയിലും ഒക്കെ തന്നെ അതീവ ജാഗ്രതയാണ് ഭാരതം ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ചൈനയിൽ ഓഗസ്റ്റ് 31 തുടങ്ങിയ ICO സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ പ്രധാനമന്ത്രിയെ വധിക്കാൻ പദ്ധതി ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരുങ്ങുന്നതായി റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചതായി പറയുന്നു. മോദിയെ വധിക്കാൻ ധാക്കയിൽ എത്തിയത് ചില്ലറക്കാരല്ല. അമേരിക്കയുടെ ചാരസംഘടനയായ CIA-യുടെ 2 ഉദ്യോഗസ്ഥർ നേരത്തെ തമ്പടിച്ചിരുന്നുവെന്നും അവർ കുറച്ചുപേർക്ക് ഇക്കാര്യത്തിൽ പരിശീലനം നൽകി എന്നുമാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ പങ്കും അതിനകത്തുണ്ട് എന്ന് വ്യക്തം. പക്ഷേ അതിൽ ഒരു CIA ഉദ്യോഗസ്ഥനായ ടെറസ് ജാക്സനെ വെസ്റ്റിൻ ധാക്ക എന്ന അന്താരാഷ്ട്ര ഹോട്ടൽ മുറിയിൽ ഓഗസ്റ്റ് 31 മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അജ്ഞാതനായിരിക്കും അതിനും പിന്നിൽ. ഇയാളുടെ മൃതദേഹം നഗ്നമായ നിലയിലായിരുന്നു. സാധാരണയായിട്ട് രഹസ്യസേനകൾ ഒരാളെ വധിക്കാനായി നൽകുന്ന അപൂർവ ഇനം വിഷം ഉള്ളിൽ ചെന്നാണ് ഇയാൾ മരിച്ചത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ബംഗ്ലാദേശ് പോലീസിനെ പോലും ഉള്ളിൽ കടത്താതെ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുവദിക്കാതെ അമേരിക്കയുടെ പ്രത്യേക പോലീസ് സംഘമാണ് ധാക്കയിൽ ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ടെറസ് ജാക്സന്റെ മൃതദേഹം അമേരിക്കയിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുപോയത്. ഇയാളുടെ മൃതദേഹം പോലും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചില്ല. CIA-യുടെ ഉദ്യോഗസ്ഥനായ ജാക്സൺ ഒരു സംഘം യുവാക്കൾക്ക് മോദിയെ വധിക്കാനായി പരിശീലനം നൽകിയിരുന്നതായി വാർത്തകളുണ്ട്. രണ്ടാമത്തെ CIA ഉദ്യോഗസ്ഥൻ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോൾ വിവരമില്ല. ജാക്സനെ വധിച്ചത് റഷ്യയുടെ രഹസ്യ സംഘടനയാണ് എന്നും ചില മാധ്യമങ്ങൾ പറയുന്നു. അതായത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് റഷ്യ കാണിച്ചത്, അല്ലെങ്കിൽ ആ സമയത്ത് ഇടപെട്ടത് എന്നും പറയപ്പെടുന്നു. സെപ്റ്റംബറിൽ മോദിയും പുടിനും തമ്മിൽ ചൈനയിൽ നടന്ന മീറ്റിംഗ് നേരത്തെ നിശ്ചയിച്ച ഹോട്ടൽ മുറിയിൽ നടത്താതെ പുടിന്റെ സ്വകാര്യ കാറായ ഒറസ് ലിമൂസിനകത്തേക്ക് മാറ്റിയത് മോദിയുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങൾ റഷ്യൻ ചാരസംഘടനയ്ക്ക് ലഭിച്ചതിനാലാണ് എന്നും പറയുന്നു. ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള ഒരു വാർത്തകൾ നൽകിയിരുന്നു. അതായത് ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിച്ച്, പാകിസ്ഥാൻ പോലുമല്ല, ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിച്ച് അമേരിക്കയും ഒരു വേള ബംഗ്ലാദേശിന്റെ പങ്ക് അതിനകത്ത് കാണുമായിരിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പങ്ക് കാണുമായിരിക്കാം. മോദിയെ വധിക്കാനുള്ള പദ്ധതികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അതീവ രഹസ്യ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഭാരതം. നരേന്ദ്രമോദിയും അങ്ങനെ തന്നെ. അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ ഒരു CIA ഏജന്റിനും അമേരിക്കൻ ചാര ഏജന്റിനോ ബംഗ്ലാദേശി തീവ്രവാദിക്കോ പാകിസ്ഥാനി ഏജന്റുമാർക്കോ ഒന്നും കഴിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ കൊല്ലാനൊക്കെ ഉള്ള പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ ഇവന്മാരൊക്കെ ഒന്നുകൂടി ജനിക്കണം. എന്തായാലും ഭാരതം ജാഗ്രതയിലാണ്. തീർച്ചയായിട്ടും ഏത് മേഖലയിലും സുരക്ഷയും ജാഗ്രതയും ഒക്കെ തന്നെ ഇന്ത്യ തുടരുകയാണ് എന്നാണ്